ഹലോ. അപ്പോ ഇന്നിപ്പോ നമ്മുടെ മൊസായിക്കിന്റെ പരിപാടി കഴിഞ്ഞ് മൊസായിക്കിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ഫസ്റ്റ് വ്ളോഗ് ഇട്ടിനി. അപ്പോ ഫസ്റ്റ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് കോഫി കുടിക്കാൻ വേണ്ടി പോയിനി. ഒരു വ്ളോഗ് എടുക്കാന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്ന നിങ്ങൾ ഇങ്ങോട്ട് പോരി, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഇന്നിപ്പോ വന്ന കുറച്ച് ആൾക്കാരാണ്. പാടോ. അപ്പൊ ഇക്ബാലുണ്ടായിനി, റാഷിണ്ട്, നിഹാലുണ്ട്. ഒന്നുമില്ല, ഇന്ന് നമ്മൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, മൊസായിക്ക് എങ്ങനെ കൊണ്ടുപോകണം, അതിന്റെ ബാക്കി കാര്യങ്ങള്. അപ്പൊ ശോഭന നമുക്ക് ഇന്ന് വരുന്നുണ്ട്, ശോഭന മാഡം ഇന്ന് വരുന്നുണ്ട്, പിന്നെ സ്റ്റീഫൻ ഡേവിസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രോഗ്രാം ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ എനിക്കറിയില്ല. അപ്പൊ അത് കഴിഞ്ഞ ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോഴാണ്. അപ്പൊ ഇന്നൊരു പരിപാടിക്ക് വന്നിട്ട് എനിക്ക് എന്താ ഫീൽ ചെയ്ത്, എങ്ങനെ ഉണ്ട്? അടിപൊളി. അതായത് ഇന്നിപ്പോ നമ്മൾ എങ്ങനെ മൊസായിക്കിനെ കൊണ്ടുപോകണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ ഈ ഇന്ന് വന്നപ്പോ എക്സ്പെക്ട് ചെയ്ത സാധനം എന്താ? എനിക്ക് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ഒഫീഷ്യൽ ഒന്നല്ലേ ചോദിക്കണം എനിക്ക്. കുഴപ്പമില്ല, ഞങ്ങൾ കൊറേ ചായയൊക്കെ കുടിച്ച് ഇരുന്നു. പിന്നെ മൊസായിക്കിന്റെ പിന്നെ വലിയൊരു കമ്മ്യൂണിറ്റി ഫൗണ്ടർ ആയിട്ടുള്ള നിഹാല് ഈ പറ എന്റെ ഒരു കൺസെപ്റ്റ്. പിന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ്, കുട്ടികളുടെ കണ്ണിൽ ഉണ്ണിയാണ്. എന്താ പറയാ, MOU കോളേജിലെ മറ്റേ മാസ്റ്റർ പീസ് മമ്മൂട്ടി എന്നൊക്കെ പറയാലോ. അതെ, കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല ഇനി. അപ്പൊ കുറെ ആൾക്കാരൊക്കെ പുതിയ കുറെ കൂട്ടുകെട്ടുകൾ കണ്ടെത്താൻ പറ്റുന്നതാണ്. ഇത്രയും കമ്മ്യൂണിറ്റികളിലൂടെ ഒക്കെ നമുക്ക് കിട്ടുന്നതും ഇത്തരത്തിലുള്ള നല്ല സൗഹൃദങ്ങളാണ് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ടീം അടിപൊളിയായിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ കുറെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. സോ അതിന്റെ പാട്ടാവാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര പ്ലസ് ആണ്. സോ ചെയ്ത് നോക്കാം, മുന്നോട്ടേക്ക് എങ്ങനെ പോവാന്നുള്ള നോക്കാം. എന്റെ പറ. പിന്നെ ഫസ്റ്റ് ഒരു മൊസാദ് വേറെന്തോ സാധനമാണല്ലോ, ഇസ്രായേലിന്റെ മറ്റേ ജസ്റ്റ് ഇല്ല, നമ്മൾ ഈ കമ്മ്യൂണിറ്റി എങ്ങനെ ബിൽഡ് ചെയ്യാന്നും എങ്ങനെ ഉഷാറായിട്ട് മുന്നോട്ട് പോവാന്നുള്ള ഒരു ആശയപരമായിട്ടൊന്ന് ജസ്റ്റ് കൂടുക, അതിന്റെ ചർച്ചകളായിട്ടും അങ്ങനെ അത്രേ ഉള്ളൂ. കാര്യമായിട്ടൊന്നുമില്ല, വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടെന്ന് മനസ്സിലായി. സോ അത് എക്സിക്യൂട്ട് ചെയ്താലേ അടിപൊളിയായിരിക്കും. ആ ആശയം നമ്മൾ എങ്ങനെ മുന്നോട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങള്. അതെ, ക്യാമറമാൻ ഒന്ന്, അതായത് പരിപാടി കിട്ടുന്നുണ്ടേക്കൂലേ? അത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് അപ്പൊ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, നമ്മുടെ കമ്മ്യൂണിറ്റി എന്തൊക്കെ സെറ്റപ്പ് ചെയ്യണം, കുറെ പ്രോഗ്രാം ഇപ്പൊ ചെറിയ ഒരു ഓൺലൈൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച്. പിന്നെ കുറെ ഗവൺമെന്റിനെ കുറെ കുറ്റം, പിന്നെ ഇന്ന് കുറെ ഗവൺമെന്റിനെ കുറെ കുറ്റം പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ ഇന്നത്തെ നമ്മുടെ ഇതിനെ കുറിച്ച് ഇവിടെ കുറെ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന് കുറെ കാര്യങ്ങൾ സംസാരിച്ച്. ഇങ്ങനെ കുറെ നേരം ചായ കുടിച്ച് ഇനി ഒരു കാപ്പി കുടിക്കാൻ പോവാണ്. ഇവിടെ അടുത്തൊരു കാപ്പി കിട്ടുന്ന ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് നല്ല അത് മോസ്റ്റ് എക്സ്പെൻസീവ് കാപ്പി മറ്റേതാ, മറ്റേ സ്റ്റാർബക്സാ. അതെന്തായാലും നമ്മൾ കുടിക്കൂല. അതിന്റെ അപ്പുറത്തുള്ള ചെറുത് അല്ല അശ്വിൻ എന്തേ പറയണം? എന്ത് പറ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിൽ എന്താ പറയാ, അശ്വിൻ എല്ലാ പ്രാവശ്യവും ഞാൻ വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ പറയും. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഏത് പ്രോഗ്രാമിന് ഞാൻ അശ്വിനെ വിളിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞു. അവൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം അത്ര പോരാന്ന്. ഞാൻ ഫീഡ്ബാക്ക് വിളിച്ചിട്ട് നമുക്ക് റീൽ ഇടണല്ലോ, റീൽ ഇടാൻ വേണ്ടിട്ട് സെറ്റപ്പ് ചെയ്തു. അവൻ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര പോരാ എന്ന് പറഞ്ഞു. ഇപ്രാവശ്യത്തെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ഫസ്റ്റ് പ്രോഗ്രാം തന്നെ, അതിൽ തന്നെ എത്ര ആൾക്കാർ വന്നാല് നല്ലൊരു കാര്യം തന്നെ. നമുക്കൊരു കോർ ടീം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു മൊസായിക്കിന്റെ ഫസ്റ്റ് പ്രോഗ്രാം ആണ്. ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നോളൂ. എങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു വൈബ് ആക്കാൻ പറ്റി, നല്ലൊരു പേര്. അടുത്ത പ്രോഗ്രാം ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇനി കോഫി കുടിച്ചിട്ട് കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യാം. എങ്ങനെ ഉണ്ടാവും കോഫി നോക്കാം. മൈക്കോണല്ല, 5000 റുപ്യന്റെ മൈക്ക് കിട്ടും. മൈക്കല്ലല്ലോ, 5000 റുപ്യന്റെ ഗ്ലാസ് കിട്ടും. പെന്നുണ്ടല്ലോ, ഞാൻ അതൊന്ന് ഫില്ല് ചെയ്തു. അല്ല എന്റെ ഉണ്ട്. അപ്പൊ ഒരു പരിപാടി പറഞ്ഞ എന്താ, ഈ ഡേറ്റ ഏഞ്ചൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ്. പബ്ലിക് ലക്കി ഡ്രോ.
ഇന്ന് 7 മണിക്ക് ഇവിടെ ഇത് വേണ്ട 7 മണിക്ക് ഇവിടെ എന്താ പറയാ ലക്കി ഡ്രോ നടക്കുന്നുണ്ട്. ഇതില് വിജയിച്ചാൽ ഇവര് 5000 റുപ്യന്റെ അതെന്താ ഗ്ലാസ് ഒരു വീട്ടിലെത്തിച്ചേരും. കിട്ടിയാലോ ഇത് ഇത് കിട്ടിയാല് 5000 റുപ്യ തരുമോ? 5000 തരുമോ? ഗ്ലാസ് വേണ്ട. നമുക്ക് മറിച്ച് വെക്കാം. 90485955. നമ്മുടെ പുതിയ കൺസെപ്റ്റിന്റെ വീട്ടിലേക്ക് വെക്കണേ. നമ്മൾ ഉദ്ദേശിച്ച നമ്മള് വീട് കൺസെപ്റ്റ് ചെയ്യണ്ടല്ലോ അതിലേക്ക് പറ്റുമോ പറ്റുമോ അതിന്റെ ഫസ്റ്റ് ലോഞ്ച് ലോഞ്ച് ഒരു മിറർ വെച്ചുകൊണ്ട് തന്നെ തുടക്കം വെക്കാം. ആയിക്കോട്ടെ മിററായിട്ട് സെറ്റപ്പ് ചെയ്യാം. ഞാൻ തുടക്കം വെക്കാൻ പോവാണ്. വാ എല്ലാരും ഒന്നിച്ച് തുടക്കം വെക്കല്ലേ? പിന്നല്ല വാ. നിങ്ങൾ എഴുതിയിട്ട് വാടാ. ഇത് എവിടെ ഇടണ്ടേ? കിട്ടിയാല് പൊളിക്കും. നമ്മള് തുറക്കുന്ന നിലയില് ആ ഇത് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇടട്ടെ. ഇടുന്നുണ്ട്. 5000 റുപ്യ കിട്ടിയാല് 5000 റുപ്യ 5000 റുപ്യന്റെ ഗ്ലാസ് കിട്ടാൻ പോകും. കിട്ടിയ അടിപൊളിയാവും അല്ലേ? സംഗതി എന്താ ശരിക്കും? ശരിക്കും അത് നമ്മളൊരു എന്താ പറയാ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അതാണ്. ആ. അപ്പൊ ഇതിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ആ. ഫോളോ ചെയ്തിട്ട് വൈകുന്നേരം 7 മണിക്ക് നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ആ. അപ്പൊ അതില് റാൻഡം ആയിട്ട് ബുക്ക് ചെയ്യുക. അപ്പൊ കിട്ടുന്ന ആൾക്കാർക്ക് ഇൻസ്റ്റാഗ്രാം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബമ്പർ പ്രൈസ് ആയിട്ട് ഫുൾ സ്റ്റാൻഡ് മിറർ ഫുൾ സ്റ്റാൻഡ് മിറർ കൊള്ളാടാ. കൂട്ടത്തിൽ ആർക്ക് കിട്ടിയാലും മൊസായിക്കിന് സമർപ്പിക്കുന്നതാണ്. അത് നമ്മൾ ഡെലിവറി ചെയ്തു ഡെലിവറി ചെയ്തില്ല. ഏതായാലും അരീക്കോട് മഞ്ചേരി ഭാഗത്തോടെ എവിടെ എല്ലാം നമ്മൾ ഡെലിവറി ഓൾ കേരള. ഓൾ കേരള. ഓക്കെ എങ്ങനെയുണ്ട് നിങ്ങളെ ഷോറൂം എവിടെ? ഞങ്ങള് പേരാമ്പ്ര. പേരാമ്പ്ര നമ്മള് ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിട്ട് മാത്രമേ വരുന്നത്. ഓക്കെ അല്ലാണ്ട് നമ്മൾ ഓൺലൈൻ ബിസിനസ്. ബിസിനസ് ആണല്ലേ? കൊള്ളാടാ. താങ്ക് യു. അല്ല ഒരു കാര്യം നോക്കട്ടെ, ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ എന്താ ചെയ്യല്? ഹാപ്പി ആയിട്ടിരിക്കാൻ ഇങ്ങനത്തെ കുറച്ച് പരിപാടി ചെയ്യാം. ഞാൻ പ്രൊമോഷൻ നോക്കും. അല്ല ഞാനൊരു എന്താ പറയാ സ്റ്റുഡന്റ് ആണ്. അതിന്റെ കൂടെ തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റ് എവിടെ പഠിക്കണേ? ഞാൻ പേരാമ്പ്ര. പേരാമ്പ്ര. എന്ത് ചെയ്യണേ? എവിടെ? വളാഞ്ചേരി വളാഞ്ചേരി. സോഫ്റ്റ്വെയറിന്റെ പരിപാടി. ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാം എന്താ പറഞ്ഞു വന്നിരുന്നു? എന്നാലും നമ്മളൊരു ഫ്രണ്ട്സ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണിത്. ആ നിങ്ങൾ തന്നെ മുതലാളി ഞാൻ തന്നെ മുതലാളി ഞാൻ തന്നെ പ്രൊമോഷൻ ഞാൻ തന്നെ. നല്ലതാണ്. ഇറങ്ങി പ്രവർത്തിക്കുക. മാക്സിമം അടിപൊളിയാട്ടെ. എങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് വരാൻ കാരണം എന്താ? ഈ ഗ്ലാസിന്റെ കൺസെപ്റ്റിലേക്ക് വരാൻ ഇതിൽ എങ്ങോട്ട് ബോസാണെന്നോട്ടെ ഈ പറ ബാക്കി ഐഡിയാസ് പറ. ഈ ഗ്ലാസിലേക്ക് വരാൻ കാരണം ജനറേഷന് പറ്റിയ സംഭവമാണ്. ഇപ്പോഴത്തെ കാലത്തേക്കുള്ള ഗ്ലാസ് ഈ ജനറേഷന് പറ്റിയ വളരെ നല്ലൊരു സാധനം. ആ ഒരു ബോസിനെ വിളിക്കണം. ബോസിനോട് വെച്ചാൽ എല്ലാത്തിനുള്ള ഉത്തരം കിട്ടും. ബോസിനെ പോയിട്ട് കാണാം. നമുക്ക് ബോസിനെ കണ്ടു നോക്കാം. വാ റാഷി ഈ വാ. ബോസിനോട് കണക്ട് ചെയ്യാം. വർക്ക് ചെയ്യാണ്. ഹലോ ഞാനേ ഇതിനെ ഫില്ല് ചെയ്തിട്ടപ്പോ ഈ ഗ്ലാസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എന്തെത്താനുള്ള കാരണം എന്താ? ഇപ്പൊ ട്രെൻഡ് ആയിട്ട് നടക്കുന്നത് ഈ മോഡേൺ മിറേഴ്സ് ആണ് ഇപ്പൊ എല്ലാവരും. പണ്ട് വെച്ചാല് മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്നത് വെച്ചാല് ഈ ഒരു സ്ക്വയറിലുള്ള ഫ്രെയിം മാത്രമല്ല എല്ലാവരുടെ വീട്ടിലുള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ ഷേപ്പുകളെല്ലാം മാറി പല ഷേപ്പിലേക്ക് വന്നു. ഇറഗുലർ എസ്തെറ്റിക് ബൈ ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹമില്ല റൂമൊന്ന് ഫുൾ സൈസ് ഒന്ന് കാണണം. നമ്മള് കോൺഫിഡൻസ് കിട്ടുന്ന സംഭവല്ലേ കണ്ണാടി എന്റെ മുടി എങ്ങനെ കൊണ്ടുപോകും. അതെ ഈ മിറർ എന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് തരുന്നത് അതിനകത്ത്. നമ്മള് ദിവസം പോകുമ്പോ നമ്മൾ നോക്കിയില്ലേ എല്ലാരും നമ്മളൊരു നമ്മള് വിചാരിക്കൂല എല്ലാം ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് ആയിട്ടുണ്ടോ നോക്കുക. അതാണ് മെയിൻ ആയിട്ട് ഇതിലേക്ക് വരുമ്പോൾ ഒരിക്കലും കഴിയൂലല്ലോ. അവര് ഫുൾ സൈസ് മിറർ ആ ഒരു രീതിയിൽ കാണാ നമ്മളെ മുഴുവനായിട്ട് കാണാന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതല്ലാതെ വേറെ പല ഷേപ്പും ഉണ്ട്. നമ്മളെ ഇൻസ്റ്റാഗ്രാം ഈ വാൽ കണ്ണാടി പോലത്തെ വൾക്കണ്ണാടി ഒന്നുമില്ല. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ബിഗിനിങ് സ്റ്റേജ് ആണ്. മാഷാഅല്ലാഹ് എല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഉഷാറാവട്ടെ. അതാണ് നമ്മൾ വിചാരിച്ച സെയിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെന്ന് വെച്ചാല് നമ്മള് ഈ ഇറഗുലർ ഷേപ്പ് പല ഏത് ഷേപ്പിലും ഈ അലുമിനിയത്തിൽ വരുന്ന എല്ലാ ഷേപ്പിലുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട്. അതാണ് അങ്ങോട്ടേക്ക് ഭാവിയുള്ളൊരു അധികം കാണാത്ത കണ്ടിട്ടില്ല. അതാ എല്ലാരും അതാ പറയുന്നത്. നമ്മളെല്ലാം കുറ്റിയാടി ഒരു മലയോര മേഖലയാണ്. അങ്ങനെയാന്ന് വെച്ചാല് അവിടെ ഒന്നും അങ്ങനെ
ഇതെവിടുന്ന് വാങ്ങണോ ഇതെവിടെ കിട്ടുമോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊന്ന് വെച്ചാല് ഈ സോഷ്യൽ മീഡിയ വിപ്ലവല്ലേ, എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്ന കാര്യങ്ങൾ എല്ലാം അറിയാം. ഇപ്പൊ നമ്മൾ വന്നിട്ട് തന്നെ നമ്മളെ നാട്ടുകാരെ അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിക്കും ചെയ്യും, കുറ്റിയാടിയോ, അങ്ങനെ ഒരു ഞെട്ടലുണ്ട്. കുറ്റിയാടി ഇങ്ങനെ പേരാമ്പ്രാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആഹാ അതാ. ഓക്കെ, എന്തായാലും സംഗതി പൊളിയായി. ആയിക്കോട്ടെ, എല്ലാ സപ്പോർട്ടും കണ്ണാടി ഒന്ന് കണ്ടോ? ഓക്കെ, എല്ലാ കണ്ണാടി ഒന്ന് കണ്ടോ? വാ. ഈ ഇക്ബാൽ എന്നെ എങ്ങനെ ഉണ്ട് നോക്ക കണ്ണാടിയില്? ഇത് ഞാന് കണ്ണാടി എന്നുള്ള ബിസിനസ് ആരും അത്ര കണ്ട് ആലോചിക്കാത്ത കാര്യമാണ്. ഓ അതായത് എന്റെ മുടി തന്നെ ഇപ്പൊ എന്തൊക്കെയോ ആയി കിടക്കും. അതായത് അവര് പറഞ്ഞ കണ്ണാടി എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എസ്തെറ്റിക് വൈബില് കണ്ണാടിയെ സെറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ എവിടെയും അധികം കണ്ടിട്ടില്ല. എന്താ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാനും കണ്ടിട്ടില്ല. കണ്ണാടി സംഗതി കാണുന്നല്ലേ കൊള്ളാമല്ലേ? അടിപൊളി. കണ്ണാടി അടിച്ചാ എടാ ഓല് കാണണ്ടാ. അതിന്റെ മുന്നിൽ നിന്നു ഫേസ് സംഗതി കൊള്ളാട്ടോ, വൈബുണ്ട്.